നമസ്കാരം. ക്രിക്കറ്റിന്റെ മായാലോകത്തേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോ കിട്ടിയിട്ട് കുറച്ച് ബിസിയാണ്, പേഴ്സണലായിട്ട് കുറച്ച് ബിസിയാണ്. കുറച്ച് പേഴ്സണൽ വിഷയങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. എന്തായാലും ടെസ്റ്റ് സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള ആദ്യ ടെസ്റ്റ് കഴിഞ്ഞിരിക്കുന്ന ഇന്ത്യ 8 നിലയിൽ പൊട്ടിയിട്ടുണ്ട്. ഒരു ഇന്നിംഗ്സിനും 38 റൺസിന്, ഒരു ഇന്നിംഗ്സിനും 38 റൺസിനും ഇന്ത്യ തോറ്റിട്ടുണ്ട്, തൊപ്പിയിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ മൂന്നാമത്തെ ദിവസം തീരുന്നുമ്പോ തന്നെ ഇന്ത്യ അടിയറവ് പറഞ്ഞു, ബാറ്റ് വെച്ച് എന്ത് ചെയ്തു, സാഷ്ടാംഗം പ്രണാമിച്ചു എന്ന് വെച്ചാൽ എനിക്ക് പറ്റൂല എന്നുള്ള രീതിയിലാണ്. പക്ഷെ അപ്പോ ഈ പറഞ്ഞു വരുന്നത്, ഇന്ത്യൻ പുലികൾ വിദേശത്ത് പോകുമ്പോൾ എലികളാവുന്നതാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത്. ഈ പറഞ്ഞ ഒരു ഇന്നിംഗ്സിനും 38 35 റൺസിനാണ്, ഞാൻ എഴുതി വെച്ചിട്ടില്ല. ഓക്കെ, അത്രയും റൺസിനാണ് ഇന്ത്യ തോറ്റത്. ഇന്ത്യ ഫസ്റ്റ് ഇന്നിംഗ്സിൽ ഈ പറഞ്ഞ 245 റൺസ് മുക്കി മൂളി അടിച്ചാൽ KL രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ 100 റൺസിനകത്ത് വെച്ച് ഇവന്മാർ ഇന്ത്യ ഒതുങ്ങിയേനെ എന്നുള്ളതാണ്. അപ്പോ സൗത്ത് ആഫ്രിക്ക മറുപടിയായിട്ട് 408 റൺസ് കിടിലമായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഡീൻ എൽജർ 185 റൺസ് അടിച്ച് അതിന്റെ പിൻബലത്തിൽ അവന്മാർ 408 റൺസ് അടിച്ചു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ എന്ത് ചെയ്തു, 131 റൺസ് വരെ കഷ്ടപ്പെട്ട് അടിച്ചെടുത്തു. 34.1 ബോള് എറിഞ്ഞപ്പോ തന്നെ 10 പേരും കൂടാരം പോയി എന്നുള്ളതാണ്. 10 പേരും. രോഹിത് ശർമ്മ ഇപ്പോഴും റെഡ് ബോൾ ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ടെസ്റ്റിൽ ആപ്റ്റാണെന്ന് ചോദിച്ചാൽ ഞാനല്ലെന്നേ പറയുള്ളൂ, മനസ്സിലായോ? പ്രത്യേകിച്ച് വിദേശത്ത് രോഹിത് ശർമ്മ ക്യാപ്റ്റനാണ്. രോഹിത് ശർമ്മയുടെ സംഭാവന എന്ന് പറയുന്നത് ഫസ്റ്റ് കളി 5 റൺസ് എടുത്തു, രണ്ടാമത്തെ കളി ബൗൾഡായി 0 മുട്ട അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇതാണ് രോഹിത് ശർമ്മ. അടുത്ത ജയ്സ്വാൾ എന്ന് പറഞ്ഞാൽ മറ്റേ ഇന്ത്യയിലേക്ക് ഇടുന്ന വിലങ്ങും അടിക്കുന്ന ജയ്സ്വാൾ ഫസ്റ്റ് കളി 17 റൺസ് അടിച്ചു. ഇന്നത്തെ കളി രണ്ടാം ഇന്നിംഗ്സില് 5 റൺസ് മുക്കി മൂളി അടിച്ചു. അവനും എന്ത് ചെയ്തു, ബാറ്റ് തറയെ വെച്ചു, ആയുധം ഉപേക്ഷിച്ചു പോയി. അടുത്ത ശുഭം ഗില്ല് ഫസ്റ്റ് കളി 2, രണ്ടാമത്തെ കളി 26. മനസ്സിലായോ? ഇതാണ് ശുഭം ഗില്ലിന്റെ സംഭാവന. വിരാട് കോഹ്ലി, ഒരുവിധം നമുക്ക് എടുത്തു പറയാനുള്ള പേര് വിരാട് കോഹ്ലിയാണ്. 38ഉം 76ഉം. ഇന്ന് ഈ പറയുന്ന 76ഉം കൂടി ഇല്ലായിരുന്നുവെങ്കിൽ, വിരാട് കോഹ്ലിയുടെ 76 ഇല്ലായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കും, ആകെ കൂടി അടിച്ച 131 റൺസാണ്. അതിൽ വിരാട് കോഹ്ലിയുടെ 76 റൺസ് ഉണ്ട്. അതും കൂടി ഇല്ലായിരുന്നെങ്കിലുള്ള ദയനീയ അവസ്ഥ നോക്കി. അതായത് സൗത്ത് ആഫ്രിക്കയിൽ ചെന്ന് അവരുടെ പിച്ചിൽ ജയിക്കുക, ഒരു ടെസ്റ്റ് പരമ്പര ജയിക്കുക എന്നുള്ള സംഭവം ഇനിയും എന്താണ് സ്വപ്നമായിട്ട് തന്നെ അവിടെ അവശേഷിക്കും. കാരണം ഇനി ജയിക്കുക, 2 ടെസ്റ്റേ ഉള്ളൂ, കൂടിപ്പോയാൽ സമനില പിടിക്കും. ഈ ബാറ്റിംഗ് ആണെങ്കിൽ സമനില പിടിക്കുക, 2 കളിയിൽ യുവമാർ തോക്കുമെന്ന് തോന്നുന്നത്. ശ്രേയസ് അയ്യർ ഫസ്റ്റ് കളി കുറച്ച് 12 ലൈഫൊക്കെ കിട്ടിയെങ്കിലും 36 കിട്ടിയത് കൊണ്ട് 31 റൺസ് അടിച്ചു. രണ്ടാമത്തെ ഇന്നിംഗ്സിൽ വെറും 6 റൺസ് എടുത്ത് കൂടാരം പോകി. അടുത്ത KL രാഹുൽ 101 റൺസ് സൂപ്പറായിട്ട് ഫസ്റ്റ് കളി കളിച്ചവൻ ഉള്ളത് കൊണ്ട് 245 എന്ന് പറയുന്ന റൺസിലേക്ക് ഇന്ത്യ എത്തി. അതിനുശേഷം ഈ കളി 4 റൺസ് കുറ്റമതിന് ഫസ്റ്റ് കളി അവൻ കളിച്ചിട്ടുണ്ട്. അടുത്ത അശ്വിന്റെ കേസ് പറയണ്ട, ആദ്യം 8 പിന്നെ 0. പിന്നെ ഷാർദുൽ ഠാക്കൂർ 24 2. ഷാർദുൽ ഠാക്കൂറിനെ എന്ത് തേങ്ങി കൊണ്ടുപോകണമെന്ന് എനിക്കറിയത്തില്ല. അവനെ ഓൾറൗണ്ടർ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്നത്. അവൻ ബൗളറും അല്ല ബാറ്റ്സ്മാനും അല്ല, എന്നിട്ടാണ് ഓൾറൗണ്ടർ. അപ്പൊ അത് വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇന്ത്യൻ ബൗളർമാർ അവനെ മാറ്റാൻ കുറ്റമതിന് കാര്യമില്ല. ഇന്ത്യൻ ബൗളർമാർ ആരും തിളങ്ങിയിട്ടില്ല. അവന്മാർ തലങ്ങും വിലങ്ങും അടിക്കുന്നത് കൊണ്ട് അവന്മാരെ ബൗളർ കൃത്യമായിട്ട് ഇറങ്ങുന്നുണ്ട്. ഈ പറയുന്ന ജോൺസൺ ആയിക്കോട്ടെ, എല്ലാം കിട്ടില്ലമായിട്ട് തള്ളിയിടുന്നുണ്ട്. ഇന്ത്യക്കാരന്മാർക്ക് ബാറ്റ് പിടിക്കാൻ അറിഞ്ഞൂടാ എന്നുള്ള രീതിയിലാണ് നടന്നത്, ബാറ്റ് ചെയ്യുന്നത് കണ്ടത്. മനസ്സിലായി? അപ്പം എന്തായാലും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ അട്ടർ ഫ്ലോപ്പായിരുന്നു. എല്ലാണോ ഈ പറയുന്ന വിദേശത്ത് നമുക്ക് പറ്റില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കണ്ടത്. പക്ഷെ അവിടെ എല്ലാം വ്യത്യസ്തമായിരുന്നത് KL രാഹുലും വിരാട് കോഹ്ലിയുടെയും ഇന്നിംഗ്സ് ആണ്. രണ്ടുപേരും നല്ല രീതിയിൽ കളിച്ചു. ടെക്നിക്കലായിട്ട് കളിക്കാൻ അറിയാനുള്ള, ഇപ്പൊ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര ടെക്നിക്കലായിട്ട് കളിക്കുന്ന ഈ രണ്ടുപേരെ ഉള്ളൂ തോന്നുന്നു. വേറെ ആരെങ്കിലും ഇത്രയും KL രാഹുൽ ആയാലും ഈ പറയുന്ന വിരാട് കോഹ്ലി രണ്ടുപേരും ഏതാണ്ട് ഒരേ ബാറ്റിംഗ് സ്റ്റൈലാണ്. അവർ കളിക്കുന്നില്ല. ടെക്നിക്കൽ പരമായിട്ട് ഇതിൽ കൂടുതൽ ടെക്നിക്ക് പരമാണ് അവന്മാർ. മനസ്സിലായോ? അതുകൊണ്ട് തന്നെയാണ് അവന്മാർ അതോടെ എന്ത് ചെയ്ത് അതിജീവിച്ചത്. ബാക്കിയെല്ലാം പോയി. ഇപ്പൊ രോഹിത് ശർമ്മ ഈ പറയുന്ന വൺഡേ ആയിക്കോട്ടെ T20 ആയിക്കോട്ടെ സൂപ്പറാണ്. അവൻ അടിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? കൂടുതൽ ഡിഫൻസ് ഒന്നും അവന് പറ്റത്തില്ല. പിന്നെ ഇന്ത്യൻ പിച്ചുകളിലോ വല്ലപ്പോഴേക്ക് അടിച്ചാൽ ഈ ഒരു ടെസ്റ്റ് പ്ലെയർ ആയിട്ട് ഞാൻ രോഹിത് ശർമ്മ മുമ്പേ കണ്ടില്ല, ഇപ്പോഴും കാണുന്നില്ല. ടെസ്റ്റ് സെഞ്ചുറികൾ അടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതുപോലുള്ള ക്രൂഷ്യൽ സമയങ്ങളിലാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായോ? ഇതുപോലെ ക്രൂഷ്യൽ സമയങ്ങളിലാണ് നമുക്ക് റൺസ് വേണ്ടത്. ഇപ്പൊ പണ്ടത്തെ രാഹുൽ ദ്രാവിഡിനെ പോലെയോ അല്ലെങ്കിൽ പുജാരയെ പോലെയോ ടെസ്റ്റിൽ നിന്ന് കളിക്കാനുള്ള ആൾക്കാർ നമുക്കില്ല എന്നുള്ളത്. അപ്പൊ എന്തായാലും ഇന്ത്യ 8 നിലയിൽ പൊട്ടിയിട്ടുണ്ട്. ഒരു ഇന്നിംഗ്സിന് മൂന്നാമത്തെ ദിവസം തന്നെ ഇന്ത്യ അടിയറവ് പറഞ്ഞു, ഇനി അടുത്ത ഒരു ടെസ്റ്റും കൂടിയുണ്ട്. അതിൽ മുഖ്യമായും ഈ കളിയാണെങ്കിൽ തോക്കുമെന്നുള്ളതാണ്. മനസ്സിലായി? ഈ കളിയാണെങ്കിൽ
8 നിലയിൽ ഇവന്മാർ വീണ്ടും പൊട്ടുമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിൽ വളരെ ദയനീയമായ തോൽവി ഇന്ത്യ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.